KSRTCയിൽ ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പെരുമ്പാവൂർ യാത്രാ ഫ്യൂവൽസ് ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതിന്റെ ഭാഗമായിട്ടാണ് KSRTCയിൽ ബ്രാൻഡിംഗ് നടപ്പാക്കുവാൻ ശ്രമിക്കുന്നത്. KSRTCയുടെ 12 സ്റ്റേഷനുകൾ ബ്രാൻഡ് ചെയ്യുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഗ്രാനൈറ്റ് ഒട്ടിച്ച് സ്റ്റേഷനുകൾ വൃത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി KSRTC സ്റ്റേഷനിലെ എല്ലാ ടോയ്ലറ്റുകളും നവീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ പെരുമ്പാവൂരിൽ ഏറ്റവും നല്ല MLA തന്നെ മുൻകൈയാണ്. ഷാജി പോൾ ഇരിപ്പുണ്ട്. നിങ്ങൾ വിചാരിച്ച് നടക്കുന്നില്ല. ഇവിടെ ഏറ്റവും നല്ല ബിസിനസ്സുകാരുടെ സ്ഥലമാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന പല ബിസിനസ് ശൃംഖലകളുടെയും കേന്ദ്രമാണ് പെരുമ്പാവൂർ. നിങ്ങൾ അവരോട് പറയൂ, ഈ ബസ് സ്റ്റേഷൻ ഒന്ന് ബ്രാൻഡ് ചെയ്യാൻ അവരോട് പറയും. അവരുടെ ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ്, അവർക്ക് അതിനകത്ത് ഡിസ്പ്ലേ വയ്ക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കാം. അവരെ TV ഡിസ്പ്ലേ ചെയ്യാം. അതിനകത്ത് ടൈം എഴുതി കാണിക്കാം ബസ് വരുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ പ്രോഡക്റ്റിന്റെ പരസ്യം കാണിക്കാം. പറയോ, അവർ തീർച്ചയായിട്ടും വരും. പലരും തിരിച്ചു വരും, നമ്മുടെ കൂടെ വരാൻ തയ്യാറാണ്. അത്തരത്തിൽ വന്നാൽ ഈ ബസ് സ്റ്റേഷൻ നവീകരിക്കപ്പെടും. പിന്നെ എനിക്കറിയാം, ഈ ബസ് സ്റ്റാൻഡ് ഇരിക്കുമ്പോൾ ഇവിടെ ഒരുപാട് സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം ബസ് സ്റ്റേഷനകത്തുണ്ട്. ഇത് നവീകരിക്കപ്പെട്ടാൽ, ഇതിനൊരു കാവൽ ഏർപ്പെടുത്തിയാൽ ഇത്തരം കാര്യങ്ങളില്ലാതെയാകും. ഇപ്പൊ വിശ്രമം, ഇപ്പൊ വിവോ എന്ന കമ്പനി കോഴിക്കോടിൽ ഒരു ഗ്ലാസ് കൊണ്ട്, ഞാൻ തന്നെ വരച്ച ഒരു ഡിസൈനാണ്, ഗ്ലാസ് കൊണ്ട് ഇതുപോലൊരു പന്തലോളം ഇട്ടിട്ട് ഫുൾ ഗ്ലാസ്സാണ്, എയർ കണ്ടീഷനാണ്. അതിന് നിറച്ച് ചെയർ ഇട്ടിട്ടുണ്ട്, മൊബൈൽ ചാർജ് ചെയ്യാൻ സൗകര്യമുണ്ട്, മാതൃഭൂമി പത്രം സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, പത്രങ്ങളും വാരികളും വായിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാവും, ഒരു ദിവസം 360-ലധികം ആളുകളാണ് ആ ഒരു വിശ്രമ കേന്ദ്രത്തിൽ കോഴിക്കോട് മാത്രം ഇരിക്കുന്നത്. അപ്പൊ ആൾക്കാർക്ക് ആവശ്യമുണ്ടല്ലോ, സ്ത്രീകൾക്ക് വേറെ ഇരിക്കാൻ സൗകര്യം, കുടുംബമായിട്ടിരിക്കാൻ പുരുഷന്മാർക്ക് ഇരിക്കാൻ വേറെ സൗകര്യം, സ്ത്രീകൾക്ക് സുരക്ഷിതമായിരിക്കാനുള്ള പ്രത്യേക സൗകര്യം വരച്ചുണ്ടാക്കി ഞാൻ കൊണ്ടുവന്ന ഐഡിയയാണ്. എൻ്റെ പ്ലാനാണ്. അത് അവിടെ നടപ്പിലാക്കി, അങ്കമാലിയിൽ നടപ്പിലാക്കി, തിരുവനന്തപുരത്ത് നടപ്പിലാക്കി. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ KSRTC നടപ്പാക്കുന്ന യാത്രാ ഫ്യൂവൽസ് പദ്ധതിയിൽ സംസ്ഥാനത്തുടനീളം 75 റീറ്റെയിൽ ഔട്ട്ലെറ്റുകളാണ് സ്ഥാപിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയിൽ ഭാവിയിൽ ഹരിത ഇന്ധനങ്ങളായ CNG, LNG, ഇലക്ട്രിക് ഫാസ്റ്റ് ചാർജിംഗ് എന്നിവയും ഔട്ട്ലെറ്റുകളിൽ ലഭിക്കും. ഗുണമേന്മയുള്ളതും കലർപ്പില്ലാത്തതുമായ പെട്രോളിയം ഉൽപ്പന്നങ്ങളാകും ഔട്ട്ലെറ്റിൽ ലഭിക്കുക. നിലവിൽ 14 ഔട്ട്ലെറ്റുകൾ പ്രവർത്തനം ആരംഭിച്ചു. എൽദോസ് കുന്നപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ CGM ആൻഡ് സ്റ്റേറ്റ് ഹെഡ് ഗീതിക വർമ്മ, മുൻ MLA സാജു പോൾ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. നക്ഷത്ര തിളക്കമുള്ള ഒരു ക്രിസ്മസ് കൂടി വന്നെത്തി. ഏവർക്കും സിൻഡ്രല്ലയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ക്രിസ്മസ് ഗിഫ്റ്റുകളുടെ വിപുലമായ ശേഖരവുമായി ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു. അതെ, നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പാദരക്ഷകൾ, ഫാൻസി കോസ്മെറ്റിക്സ്, ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരിടത്ത്. ഈ ആഘോഷ നാളുകളും നമുക്കൊന്നിച്ച് ആഘോഷമാക്കാം. പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സിൻഡ്രല്ല, പ്രണാമം കോംപ്ലക്സ്, ചൂണ്ടി, ആലുവ. കോൺടാക്ട് നമ്പർ 8111872154.